ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു. നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് വേദിയായി തിരുവനന്തപുരം. ശംഖുമുഖം കടപ്പുറത്ത് അരങ്ങേറിയ അഭ്യാസ പ്രകടനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു സാക്ഷ്യം വഹിച്ചു. നാവികസേനയോട് രാജ്യത്തെ ജനങ്ങൾ കടപ്പെട്ടിരിക്കുന്നതായി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള വെല്ലുവിളികളിൽ ഇന്ത്യൻ നാവികസേന വിശ്വാസ്യതയുടെയും ആത്മാർപ്പണത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നതായും ശ്രീമതി മുർമു വ്യക്തമാക്കി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങി നിരവധി പ്രമുഖർ അഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിക്കാനെത്തിയിരുന്നു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആഘോഷ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിച്ചു. തിരുവനന്തപുരത്ത് ഇതാദ്യമായി നടക്കുന്ന നാവിക ശക്തി പ്രകടനം കാണുന്നതിനായി വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത്. ശംഖുമുഖത്ത് എത്തിയ രാഷ്ട്രപതിക്ക് MH-60R ഹെലികോപ്റ്റർ നാവിക സല്യൂട്ട് നൽകിയത് ജനങ്ങളിൽ ആവേശം ഉണർത്തി. യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണങ്ങൾ രാജ്യത്തിന്റെ നാവികശക്തി വിളിച്ചോതുന്ന വിധത്തിലായിരുന്നു. രാഷ്ട്രത്തിന്റെ അഭിമാനമായ INS വിക്രാന്തിൽ നിന്നും നാവിക വിമാനം പറന്നുയർന്നതോടെ ജനങ്ങളുടെ ആവേശവും വാനോളം ഉയർന്നു. ചേതക് ഹെലികോപ്റ്ററുകളുടെയും അതിവേഗ ബോട്ടുകളുടെയും പ്രകടനം, കപ്പൽ റാഞ്ചൽ പ്രതിരോധം തുടങ്ങിയവയും ഏറെ ശ്രദ്ധേയമായി. ശീതകാല സമ്മേളനത്തിന്റെ 3ാം ദിവസം പാർലമെന്റിന്റെ ഇരുസഭകളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയും സെസ്സും വർദ്ധിപ്പിക്കാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പുകയില ഉപഭോഗം കുറയ്ക്കാൻ ഇത് വഴിയൊരുക്കുമെന്നും പൌരന്മാരുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിയാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. എന്നാൽ വില വർധന ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കില്ലെന്നും ആളുകൾ മറ്റ് ബദലുകൾ കണ്ടെത്താനിടയുണ്ടെന്നും കോൺഗ്രസ് MP കാർത്തി ചിദംബരം അഭിപ്രായപ്പെട്ടു. സഞ്ചാർ സാഥി ആപ്പ് ഫോൺ വിവരങ്ങൾ ചോർത്തലിന് ഇടയാക്കുമെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഉപയോക്താക്കൾക്ക് സ്വന്തം താൽപര്യപ്രകാരം ആപ്പ് ഉപയോഗിക്കാനും ഫോണിൽ നിന്നും നീക്കം ചെയ്യാനും സാധിക്കുമെന്ന് മന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ ഫോണുകളിൽ സഞ്ചാർ സാഥി ആപ്പ് മുൻകൂറായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. പ്രതിദിനം 2000-ലേറെ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൈബർ ലോകത്ത് ഉപയോക്താക്കളുടെ സുരക്ഷ മാത്രമാണ് സഞ്ചാർ സാഥിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. 75,644 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടുന്നത്. ഈ മാസം 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഇതിനായി സംസ്ഥാനത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ളത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,55,14,591 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 91.61%. തിരികെ ലഭിക്കാത്ത ഫോമുകളുടെ എണ്ണം 16,32,547 ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫോമുകൾ ഇനിയും മടക്കി നൽകിയിട്ടില്ലാത്തവർ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഫോമുകൾ സ്വീകരിക്കുന്നതിനും അവ അപ്ലോഡ് ചെയ്യുന്നതിനുമായി സജ്ജമാക്കിയിട്ടുള്ള ക്യാമ്പുകൾ നാളെയും തുടരും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഇന്ത്യയ്ക്കും റഷ്യയ്ക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന വ്യാപാര സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ നടപടികൾ തുടരാമെന്ന് ഹൈക്കോടതി. പാസിലെ സമയക്രമം കൃത്യമായി പിന്തുടരണം എന്നത് അടക്കമുള്ള നിലവിലെ നിർദ്ദേശങ്ങൾ തുടരണമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. മണ്ഡല മകരമാസക്കാലത്ത് ശബരിമലയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. ഇന്ന് പുലർച്ചെ 12 മുതൽ വൈകിട്ട് 7 മണിവരെ 66,522 പേരാണ് ദർശനത്തിനെത്തിയത്. തൃക്കാർത്തികയോടനുബന്ധിച്ച് നാളെ ശബരിമല സന്നിധാനത്ത് കാർത്തിക ദീപം തെളിയിക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് തന്ത്രി തിടപ്പള്ളിയിൽ കാർത്തിക ദീപം തെളിയിച്ച ശേഷം കൽവിളക്കുകളിലേക്ക് പകരും. ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സന്നിധാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ അഗ്നിരക്ഷാസേന ഇന്ന് മിന്നൽ പരിശോധന നടത്തി. ആലപ്പുഴ തമ്പകച്ചുവട് UP സ്കൂളിൽ മുണ്ടിനീര് രോഗം സ്ഥിരീകരിച്ചതോടെ LKG, UKG വിഭാഗങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. നാളെ മുതൽ 21 ദിവസമാണ് അവധി. സ്കൂളുകളിൽ മുണ്ടിനീര് വ്യാപിക്കാതിരിക്കാൻ ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 30ാമത് IFFKയിൽ ഇന്ത്യൻ സമാന്തര സിനിമയുടെ മുന്നണി പോരാളി സയ്യിദ് മിർസയുടെ 3 ചിത്രങ്ങൾ റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പ്രദർശിപ്പിക്കും. കണ്ടംപററി ഫിലിം മേക്കർ ഇൻ ഫോക്കസ് വിഭാഗത്തിൽ ഇന്തോനേഷ്യൻ സംവിധായകൻ ഗെറിൻ നുഗ്രോഹയുടെ 5 ചിത്രങ്ങളും പ്രദർശനത്തിനെത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.